ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതോരി മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അലീനയാണെന്നുണ്ടെങ്കിൽ നിരാഹാരം അങ്ങനെ തീർന്നിരിക്കുക കേട്ടോ. അലീന പപ്പയുടെ കൈകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണം കഴിച്ചും നാരങ്ങ വെള്ളം കുടിച്ചും നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശേഷം അലീന ഒരു ഇച്ചിരി ഭക്ഷണം എടുത്തിട്ട് നമ്മുടെ ആദ്യമായിട്ട് തന്നെ പപ്പക്ക് കൊടുക്കുന്നുണ്ട്. അത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷവും ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും ഒരു ഒറ്റ കെട്ടാവാണ്. അവിടേക്ക് പൗലോസിനോട് സ്റ്റാൻലി പറയുന്നുണ്ട്, പൗലോസേ, ഇത് എൻ്റെ മകളാണെന്ന് നിനക്കറിയാലോ. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി എൻ്റെ മകളായിരിക്കും. അടുക്കള കാര്യങ്ങളാണെങ്കിൽ പോലെ എൻ്റെ മകൾ എന്തു പറയുന്നു അതനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അനുസരിച്ച് ഇവിടെ നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിനക്ക് പോകാം. നിനക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ എൻ്റെ മകൾ അലീന പറയണതനുസരിച്ച് നിനക്കിവിടെ നിൽക്കാം, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ. നീ ഏതാ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ പറയണം എന്ന് പറയുമ്പോൾ അത് കേട്ട് പൗലോസ് അഹങ്കാരത്തോടു കൂടി തന്നെ പറയണ്ട്, സാബ് എനിക്കത് ആലോചിക്കണം എന്ന് പറയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, ശരി ആലോചിച്ചോ, നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. രാവിലെക്കുള്ളിൽ നീ എന്താ വെച്ചാൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം. ശരി സാബ് എന്ന് പറഞ്ഞിട്ട് പൗലോസ് അവിടുന്ന് അലീനനെ ഒരു അടിമുടി ദേഷ്യത്തിൽ നോക്കിയിട്ട് അകത്ത് കയറി പോവാട്ടോ. അലീനക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സ്റ്റാൻലി ചോദിക്കണ്ട്, എന്താ നിനക്ക് നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാ പപ്പ, താങ്ക് യു സോ മച്ച് എന്ന് അലീന പറയാണ്. ശേഷം നമ്മുടെ വല്യപ്പച്ചനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവരെല്ലാവരും കൊണ്ട് നിരാഹാരമൊക്കെ അവസാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മുടെ സ്റ്റാൻലിയും നമ്മുടെ പപ്പയും കൂടി ചേർന്നിട്ട് നടക്കാൻ വേണ്ടി പോകുവാട്ടോ. അവർ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അലീന ഒന്ന് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. പൗലോസ് തൻ്റെ തീരുമാനം മാറ്റിയോ അല്ല ഇപ്പോഴും അഹങ്കാരത്തോടു കൂടി തന്നെയാണോ നിൽക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അതിനു വേണ്ടി അടുക്കളയിൽ പോവാട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡാട്ടോ ഇത്. അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും പൗലോസ് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. അലീനനെ നോക്കുന്നു പോലുമില്ല. അതായത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ആ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അത് കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചായ എടുക്കുമ്പോഴാണെങ്കിലോ പാലൊക്കെ വെറുതെ ഒഴിച്ചു കളയുന്നു. ബാക്കി പകുതി പാവർ വെറുതെ ആവശ്യമില്ലാത്ത പാലൊക്കെ സിങ്കിലേക്ക് ഒഴിച്ച് കളയുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാണ്. ഇത് കാണുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണം. ഓഹോ, അപ്പോൾ പൗലോസേട്ടൻ ഭയങ്കര ഇതിലാണല്ലേ, പറഞ്ഞതൊന്നും തലക്കകത്ത് കയറിയില്ലല്ലേ, വാശി കാണിക്കുകയാണല്ലേ. അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറയാണ്. ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അതിനെ ചോദിക്കേണ്ടല്ല. അപ്പോൾ പൗലോസേട്ടൻ്റെ തീരുമാനം എന്താണ്? ഒന്നും അനുസരിക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. പപ്പ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പൗലോസേട്ടന് പോകാം. അതെ, ഞാൻ പോകാൻ തന്നെ നിൽക്കാണ്. എനിക്ക് നീ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? നീ എന്നോ? അതെ, നീയും തന്നെ. നീ എന്ന അലീന പറഞ്ഞത് അനുസരിച്ച് എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. എൻ്റെ ബാക്കി ശമ്പള കുടിശ്ശിക വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൗലോസ് ചായയായിട്ട് നേരെ മുൻപിലേക്ക് പോവാട്ടോ. അവിടെ നമ്മുടെ ആൻ്റപ്പൻ ചേട്ടനും ബൈജും എല്ലാവരും ഉണ്ട്. അവർക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ബൈജുവിനോട് പൗലോസ് ചോദിക്കണ്ടേ, എടാ ബൈജു, നീയല്ലേ പറഞ്ഞത് ആ പെണ്ണിനെ ഒതുക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുമെന്നോ ആരെയൊക്കെ കൊണ്ടുവരുമെന്നോ എന്തൊക്കെയോ തുറന്ന് പറയുമെന്നോ, എന്നിട്ടിപ്പോൾ എന്തായി? ബൈജു പറയണ്ട്, എൻ്റെ പൗലോസേട്ടൻ കണ്ടതല്ലേ, ഞാൻ അവിടുത്തെ റീത്താമ്മനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. റീത്താമ്മ ഇവിടെ വന്നു, എന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ല. ആ പെണ്ണെ നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്തായാലും ആ പെണ്ണിനനുസരിച്ച് ഇവിടെ ജീവിക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ സാലറിയും കാര്യങ്ങളൊന്നും നമുക്ക് എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഓഹോ, അപ്പൊ നിന്റെയൊക്കെ തീരുമാനം അതാണല്ലേ? ശരി, നിങ്ങളെ ആ പെണ്ണിന്റെ ആട്ടും തുപ്പൊക്കെ കൊണ്ടിട്ട് ഇവിടെ കിടന്നോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പൗലോസ് ഒരു പാചകക്കാരനാണ്. എനിക്ക് ജോലി ഇഷ്ടം പോലെ ജോലി കിട്ടും. ഇതിൻ്റെ ഇരട്ടി ശമ്പളത്തിൽ നോക്കിക്കോ, ഞാൻ പോകുവാണ്. അപ്പം എൻ്റെ പമ്പ ചോദിക്കണ്ടേടാ പൗലോസേ, നീ പോകുവാണോ? എടാ, ഇതുപോലത്തെ ഒരു ജോലി നിനക്ക് എവിടെ കിട്ടോടാ? സാബ് നല്ല ശമ്പളമല്ലേ നിനക്ക് തരുന്നത്? ആവശ്യത്തിന് ചോദിക്കുമ്പോഴൊക്കെ പൈസ തരുന്നില്ലേ? പിന്നെ നമുക്കും ഭക്ഷണം സമയത്തിന് കഴിക്കാം, സൗകര്യം, നമുക്ക് വെറുതെ ഇരിക്കാം, അങ്ങനത്തെ പല സൗകര്യങ്ങളും ഇല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണിനെ തിരുമോന്ത കണ്ടുകൊണ്ട് എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് പൗലോസ് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങാട്ടോ. അലീന പറയണ്ട, പൗലോസേട്ടൻ അവിടെ ഒന്ന് നിന്നേ. എന്താ ആ കവറിൽ എന്താണാവോ ഇനി ഉള്ളത്? ഓഹോ, ഞാനിവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയെന്ന് സംശയമാണോ എന്ന് ചോദിക്കുമ്പോൾ സംശയിക്കണമല്ലോ, കാരണം അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നത്. അതെ, ഇത് നിങ്ങളെ കാണിക്കേണ്ട ഒരു കാര്യമില്ല.
സാബ് പറയുകയാണെങ്കിൽ ഞാൻ ഈ കവറിൽ എന്താണെന്ന് കാണിക്കാം, അല്ലാതെ നീ പറഞ്ഞിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവിഹിത സന്തതി എന്ന് പറഞ്ഞിട്ട് അലീനെ നോക്കി പേടിവെച്ചതിന് ശേഷം പൗലോസ് അവിടെ നിന്ന് പടി ഇറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. അവിടേക്ക് സ്റ്റാൻലിയും അതുപോലെ തന്നെ വല്യപ്പച്ചനും കൂടി വരുന്നുണ്ട്. വല്യപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താടാ പൗലോസേ, നീ ഇവിടെ നിന്ന് പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചോ? അപ്പോൾ നീ ഇവിടെ ജോലി വേണ്ടെന്ന് തന്നെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് 1-2 വർഷമല്ല, ഒരുപാട് വർഷമായി വെച്ച് വിളമ്പാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഇപ്പോൾ സാബിൻ്റെ മകള് വന്നിട്ട് എന്നെ ഭരിക്കുവാണ്. എനിക്ക് ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അടുക്കള എൻ്റെ ഏരിയയാണ്, അവിടെ എനിക്ക് സ്വതന്ത്രമായിട്ട് പണിയെടുക്കണം. അതിനെ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട സാബ്, എൻ്റെ ബാക്കി പൈസ തരുവാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാണ്. ശരി, നീ വരൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസയും കുടിശ്ശികയും അതിൻ്റെ പലിശയും അവിടെ നിന്ന് ഇത്രയും നാളെ നിന്നതിൻ്റെ ആ ഒരു സേവനത്തിൻ്റെ പൈസ എല്ലാം കൂടിയായിട്ട് നല്ലൊരു തുക തന്നെ പൗലോസിന് കൊടുക്കുന്നുണ്ട്. ശരി സാബ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പൗലോസ് അങ്ങ് പോകുക കേട്ടോ. പോണ സമയത്ത് അലീനൊന്നും ദേഷ്യത്തിൽ അടിമുടി നോക്കിയിട്ടാണ് അവിടെ നിന്ന് അങ്ങ് പോണത്. അങ്ങനെ പൗലോസ് പോയി കഴിയുമ്പോഴേക്കും അലീനെടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, പൗലോസ് പോയി, ഇനി ഇവിടെ ആര് വെച്ച് വിളമ്പി തരും? ഈ ഭാഗത്ത് പെട്ടെന്നൊരു നല്ലൊരു ജോലിക്കാരെ കിട്ടാൻ പ്രയാസമാണ് എന്ന് പറയണം. അലീനെ പറയണ്ടേ, എന്തിനാ ജോലിക്കാരെ? എൻ്റെ പപ്പക്കും ഇവിടെയുള്ള 2-3 പേർക്കും വെച്ച് വിളമ്പാനല്ലേ, അത് ഞാൻ ചെയ്തോളാം. അലീനെ, നീ അടുക്കള പണി ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. അത് കൊള്ളാം, പപ്പ നാളൊരു സമയത്ത് എന്നെ കെട്ടിച്ചു വിടത്തില്ലായോ? ആ, തീർച്ചയായിട്ടും കെട്ടിച്ചു വിടും. അപ്പോൾ കെട്ടിച്ചു വിടുമ്പോഴേക്കും എൻ്റെ ഭർത്താവിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് വേണമല്ലോ എന്ന് വല്യപ്പച്ചൻ പറയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും കൊടുക്കണം അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ പപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഇനി ഈ അലീനയുടെ കൈപ്പുണ്യം എന്താണെന്ന് അറിയും. ഇത്രയും നാളെ പൗലോസ് ഉണ്ടാക്കിയ ഫുഡല്ലേ കഴിച്ചത്. നേരത്തെ പപ്പ പറഞ്ഞത് കേട്ടു, പൗലോസ് നല്ല അടിപൊളിയായിട്ട് പാചകം ചെയ്യും, ഇത്രയും നല്ലത് പാചകം ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ലെന്ന്. ഇനി അലീനൻ്റെ പാചകം കൂടി ഒന്ന് നോക്ക് എന്ന് അലീന പറയുന്നുണ്ട്. ശേഷം അലീന അടുക്കളയിലേക്ക് കയറാണ്. അലീന ഉണ്ടാക്കുന്ന ഫുഡിനെ മണം അടിക്കുമ്പോൾ തന്നെയല്ലേ നമ്മുടെ സ്റ്റാൻലിക്കും വല്യപ്പച്ചനൊക്കെ കൊതി വരുക കേട്ടോ. അങ്ങനെ അലീന നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ്, അതായത് മിനിറ്റുകൾക്കുള്ളിൽ ചിക്കന്, അതുപോലെ തന്നെ നോൺ വെജ്, വെജ്, എഗ്ഗ്, അങ്ങനെ എല്ലാ വിഭവങ്ങളും നിരത്തി വെക്കുക കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ ചോദിക്കേണ്ട, എടി പെണ്ണെ, ഇത് നീ ഉണ്ടാക്കി തന്നെയാണോ അതുപോലെ ഹോട്ടലിൽ നിന്ന് പറ്റിപ്പിച്ചാണോ ഇത്ര കുറഞ്ഞ സമയത്തിൽ ഇത്രയും കൂടുതൽ വിഭവങ്ങൾ? അതൊക്കെ അങ്ങനെയാണ്. വാ ഇരിക്കി, കൈ കഴുകുക. അതെ, ആൻറ്റിപ്പൻ ചേട്ടാ, പിന്നെ ബൈജു, നിങ്ങളെടുത്ത് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുക, വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും വായിലൊരു പിടി വെക്കുമ്പോൾ തന്നെ അലുത്ത് പോകുക കേട്ടോ. ആൻ്റപ്പച്ചേട്ടൻ ബൈജുനോട് പറയണ്ട, ഇത് എന്തൊരു ടേസ്റ്റാണ്, ഇതുപോലെയൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാലിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അലീന സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, നല്ല ഉപ്പ് കറക്റ്റ്, എരിവ് എല്ലാം കറക്റ്റ്. വല്യപ്പച്ചൻ പറയണ്ടേ, എൻ്റെ ചിന്നമ്മയുടെ കൈപ്പുണ്യം സൂപ്പർ, ഒറിജിനൽ ചിന്നമ്മ ഉണ്ടാക്കുന്ന അതേ കൈപ്പുണ്യം എന്നൊക്കെ പറ, അതിനേക്കാൾ ഒരു പിടി മുമ്പിലാണെങ്കിലും ഉള്ളൂ എന്നൊക്കെ പറയണ്ട്. അങ്ങനെ അലീന പിന്നെയാണ് അവിടേക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അലീനയാണ് കേട്ടോ. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ പോയ പൗലോസ് ഉണ്ടല്ലോ, തിരിച്ചു വരും. അലയുടെ കയ്യും കാലും പിടിക്കും, അയ്യോ മോളെ എന്നെ ഉപേക്ഷിക്കല്ലേ, മോളെ എംസാബ് എന്നെ രക്ഷിക്കണേ, എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ല, ഞാനിവിടെ എങ്ങനെയെങ്കിലൊക്കെ ഇരുന്നോളാം, അടിമപ്പണിയാണെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് കയ്യും കാലും പിടിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചിരി വരും. എന്തൊരു അഹങ്കാരത്തോടെയാണ് ഇവിടുന്ന് പോയത്, ഇപ്പം കണ്ടില്ലേ വന്ന് വീണ്ടും കയ്യും കാലും പിടിക്കണത്. ഇനി പൗലോസ് പഴയ പോലെ ആയിരിക്കില്ല കേട്ടോ, അലീന പറഞ്ഞതൊക്കെ കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കുന്നൊരു പൗലോസ് ആയിരിക്കും. എന്തായാലും ആ ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.